ഗൈസ് ആ മലയുടെ മുകളിലേക്ക് ഉണ്ടല്ലോ, ആ മലയുടെ മുകളിലേക്കാണ് തോന്നുന്നുണ്ട് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് വല്ല JCB വെച്ചിട്ട് പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നടക്കാണ്ട്. ഈ മഞ്ഞുള്ള കാരണം നമുക്ക് ഇവിടേക്ക് ബൈക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാ, അല്ലെങ്കിൽ നമുക്ക് ബൈക്കിൽ വരായിരുന്നു. ഇന്നലെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തത് നന്നായി. നമ്മൾ ഈ സ്ഥലത്ത്, അതായത് നമ്മൾ ഇന്നലെ റൂം എടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം നമ്മളിപ്പോഴും നടന്നെത്തിയിട്ടില്ല കേട്ടോ. ഈ മഞ്ഞിൽ കൂടെ ഒക്കെ ബൈക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ. അപ്പോൾ അത് എന്തായാലും സ്ലിപ്പാവും. അവിടെ അടിയിൽ തന്നെ എത്തുമ്പോൾ തന്നെ സ്ലിപ്പായി തുടങ്ങി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താവും, എത്ര പ്രാവശ്യം ഞാൻ വീടിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട്, അതായത് ഇപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഐസ് തന്നെയാണ് കണ്ടില്ലേ ഫുള്ള്. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിതച്ച് ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്ററായി നടക്കുന്നു ഞാൻ അങ്ങനെ. അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ? മലയുടെ മുകളിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ഫോഗ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ വ്യൂ. ആൾക്കാരിങ്ങനെ നടന്നു വരുന്നുണ്ട് ഇല്ലേ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പക്ഷെ ഞാൻ എന്താ പറയുക, ഇവിടുന്ന് ഇനി ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഇവിടെ നോക്കുമ്പോൾ അവസ്ഥ നമ്മുടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അടിപൊളി വ്യൂ ഇല്ലേ? കാർ പോകാൻ കണ്ടില്ലേ നിങ്ങൾ? കാറുകാരൻ നമ്മുടെ കാലുമേലേക്കൊക്കെ ഐസ് തീർപ്പിച്ചിട്ടാണ് പോയിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഗ്രിപ്പ് കിട്ടിയെന്ന് വരില്ല. എൻ്റെ മുകളിലൊരു ഹോം സ്റ്റേ തോന്നുന്നുണ്ട്. എൻ്റെ മുകളിലൊരു ഹോം സ്റ്റേ കാണുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴൊക്കെ കാണാം. അപ്പോൾ കുറച്ച് ഐസ് പെയ്ത് തുടങ്ങുന്ന സമയത്ത് വരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്യാം. വേറെ ലെവലിട്ടാ. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എത്ര ഐസ് ഉണ്ടാകുമെന്ന്. ബൈക്കുമ്പോൾ 10 കിലോമീറ്റർ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ നടക്കില്ല. ബൈക്കിൻ്റെ പുതിയ ടയറൊക്കെ ആയതുകൊണ്ട് അത്ര സ്ലിപ്പാവില്ല. നമ്മുടെ പഴയ ടയർ വെച്ചാൽ ഒരുപാട് സ്ലിപ്പായിരുന്നു.